ഹലോ ഗൈസ്, ഞങ്ങളെല്ലാവരും കൂടെ ഇന്നൊരു സ്കൂളിൽ മ്യൂസിക് ക്ലാസ്സിൻ്റെ ഒരു വർക്ക്ഷോപ്പ് കൊടുക്കാൻ പോവാണ്. മിഥുലേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂള്. സോ ചേട്ടൻ്റെ വീട്ടിൽ വന്ന് വർക്ക്ഷോപ്പിൻ്റെ കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോഴേ ഐറ ബേബിയും ഞങ്ങളുടെ കൂടെ പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ലഞ്ച് ബ്രേക്ക് ടൈം ആയിട്ടുണ്ടായിരുന്നു. സോ ഇനിയിപ്പോൾ ലഞ്ച് കഴിഞ്ഞാലേ വർക്ക്ഷോപ്പ് നടത്താൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഇതിനു മുന്നേ ഡ്രോയിങ് ക്ലാസ്സിൻ്റെ വർക്ക്ഷോപ്പ് കൊടുക്കാൻ ചെന്നിട്ടുള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഞങ്ങളെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ പിള്ളേരെല്ലാം കൂടി കണ്ടപ്പോൾ ഐറ ബേബിക്ക് ഇപ്പോൾ ഇവിടെ പഠിക്കണം എന്നാണ് പറയണത്. അങ്ങനെ ലഞ്ച് ബ്രേക്ക് കഴിയണ വരെ ഞങ്ങൾ അവിടുത്തെ പള്ളിയുടെ ബാക്കിലോട്ടൊക്കെ ഒന്ന് പോയി നടന്ന് നോക്കിയപ്പോഴാണ് ഇത്രയും സുന്ദരമായിട്ടുള്ള ഈ സ്ഥലം കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം കായലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സായുജ് ഇൻവെർട്ടറിന് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് സുജി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കപ്പ കഴിക്കുവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി അവിടുത്തെ ഒരു മാങ്ങയും കൂടി ഞങ്ങൾ ഒരെണ്ണം പറിച്ചെടുത്ത് അതൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കും ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. മ്യൂസിക് ക്ലാസ് ആയതുകൊണ്ട് തന്നെ പാട്ടൊക്കെ പാടാൻ കുട്ടികൾ ഭയങ്കര റെഡിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇവിടുത്തെ കുട്ടികളുടെ കാര്യം പറയാമല്ലോ, ഭയങ്കര എനർജറ്റിക്കാണ്. അങ്ങനെ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് കുമ്പളത്ത് നിന്ന് ഞാൻ നേരെ പോയത് പാലാരടുത്തുള്ള ലെക്സോയിലേക്കാണ്. അവിടെ വിജയ് ഫാൻസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കൂടോത്രം സിനിമയുടെ ഒരു പ്രമോഷൻ നടക്കുന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ബൈജു എഴുപുന്ന ചേട്ടനാണ് സിനിമയുടെ ഡയറക്ഷൻ. അതിൻ്റെ ഒരു ടീ ബ്രേക്കിലൊക്കെ ഞങ്ങൾ ഒത്തിരി സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. എന്തായാലും കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ട്രെയിലർ കണ്ടിട്ട് സിനിമ പോയി കാണാനുള്ള നല്ല വകയുണ്ട്. പിന്നെ പറഞ്ഞ വഴിക്ക് വീട്ടിലോട്ടുള്ള ഫ്രൂട്ട്സും വാങ്ങി നേരെ ട്യൂഷനായിരുന്നു കേട്ടോ. പിന്നെ കടയിൽ ചെന്നപ്പോഴാണ് ഈ വെറൈറ്റി ഷേപ്പുള്ള ചേമ്പ് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി ഫ്രൂട്ട്സൊക്കെ നല്ല പ്രസൻറ്റ് ചെയ്തെടുത്തിട്ടാട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്.